ഹായ് എവ്രി വൺ. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോണത് ഒരു ഫിഷ് കറി മസാലപ്പൊടിയുടെ റെസിപ്പിയാണ്. നല്ല സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറിയൊക്കെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നല്ലൊരു ഫിഷ് കറി റെസിപ്പി വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അതിലുപയോഗിക്കുന്ന മസാലപ്പൊടിയാണ് കേട്ടോ ഈ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫിഷ് കറി, മീൻ കറി ഉണ്ടാക്കാൻ മാത്രമല്ല, ഇത് ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സീ ഫുഡ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ചിലർ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ മസാലപ്പൊടികളൊക്കെ റെസിപ്പി ഇടുന്നത്, എങ്ങനെയാണ് ഈ റെസിപ്പി കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ ആക്ച്വലി അതിൻ്റെ പുറകിലൊരു ചെറിയ സയൻസ് ഉണ്ട്. ഏതൊരു കറി പൗഡർ, ഏതൊരു മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ അതിനൊരു ബേസും ഉണ്ടാവും, ഒരു ബോഡി ഉണ്ടാവും. ബേസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി മല്ലിപ്പൊടി, മുളക് പൊടി, ഇങ്ങനത്തെ സ്പൈസസ് ആണ്. ഒരു 40% ആ മസാലപ്പൊടിയുടെ ബേസ് ആയിരിക്കും. പിന്നെ പറയുന്നത് ബോഡിയാണ്. ബോഡി സ്പൈസസ് ആണ് ആ ഒരു മസാലപ്പൊടിക്ക് പ്രത്യേക ഒരു രുചിയും കളറും കൊടുക്കുന്നത്. ഇത് ചെറിയ ജീരകം, വലിയ ജീരകം, അതുപോലെ മഞ്ഞൾപ്പൊടി, ഇതൊക്കെയാണ്. ബോഡി സ്പൈസസ് ഒന്നും കൂടുതൽ റേഷ്യോയിൽ ചേർക്കാറില്ല. പിന്നെ കാണുന്നത് ഡിഫൈനേഴ്സ് ആൻഡ് എൻഹാൻസേഴ്സ് ആണ്. ഡിഫൈനിങ് സ്പൈസസ് എന്ന് പറഞ്ഞാൽ ജാതിക്ക, ജാതിപത്രി, ഇതുപോലത്തെ സ്ട്രോങ് സ്പൈസസ്. ആ ഒരു സ്പൈസ് പൊടീനെ കൂടുതൽ ഒരു ക്യാരക്ടർ കൊടുക്കുന്ന സ്പൈസസ് ആയിരിക്കും ഡിഫൈനിങ് സ്പൈസസ്. പിന്നെ എൻഹാൻസേഴ്സ് ഉലുവ അല്ലെങ്കിൽ സ്റ്റാർ ആനീസ്, അങ്ങനത്തെ ഡിസ്റ്റിങ്ക്റ്റീവ് ഫ്ലേവറുള്ള സ്പൈസസ്, അതാണ് എൻഹാൻസ്. ചില സ്പൈസസിൽ അത് ഉണ്ടാവും, ചിലതിൽ അത് ആബ്സെൻ്റ് ആയിരിക്കും. അതാണ് ഒരു ബേസിക് ഫോർമുല ഫോർ മേക്കിംഗ് എ സ്പൈസ് മിക്സ്. അപ്പോൾ എൻ്റെ സൈറ്റിലും ചാനൽസിലും ഒരുപാട് സ്പൈസ് മിക്സസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ബിരിയാണി മസാലപ്പൊടി, നോർത്ത് ഇന്ത്യൻ ഗരം മസാല, നാടൻ ഗരം മസാല, അതുപോലെ പലതും, കബ്സ മസാലപ്പൊടി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക്സ് ആഡ് ചെയ്യാം. ഓരോ സ്പൈസ് മിക്സിനും ഓരോ നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവുന്നതാണ്. നമ്മുടെ പാചകത്തിന് നല്ല രുചി വരുത്താൻ സ്പൈസ് മിക്സ് ഉണ്ടാക്കാൻ പഠിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു കിടിലൻ ടേസ്റ്റി ഫിഷ് കറി മസാലപ്പൊടി. ഈ ഫിഷ് കറി പൗഡർ വെച്ചിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയ ഫിഷ് കറി ഉണ്ടാക്കിയത്. ആ നല്ല ടേസ്റ്റി സൂപ്പർ ഫിഷ് കറി ഉണ്ടാക്കിയത്. സിംഗപ്പൂരും മലേഷ്യയും വളരെ പോപ്പുലർ ആയിട്ടൊരു ടൈപ്പ് ഫിഷ് കറിയാണ്. നമ്മുടെ നാടൻ കറികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു നല്ലൊരു ഫിഷ് കറി. അപ്പോൾ ഈ മസാലപ്പൊടി വെച്ച് ഫിഷ് കറിയും ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ മീൻ മാരിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സീ ഫുഡ് മാരിനേറ്റ് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു കറി പൗഡറാണ്. അപ്പോൾ വേഗം നോക്കാം. ഇതിനു വേണ്ടി ആവശ്യമുള്ള സ്പൈസസ് നോക്കാം. ഇതിനു വേണ്ടി ചെറിയ ജീരകം 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വലിയ ജീരകം, പെരിഞ്ജീരകം, അതൊരു 1.25 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ ഉലുവ 3/4 മുതൽ 1 ടേബിൾ സ്പൂൺ വരെയും ഉലുവ ആവാം. കൂടുതൽ ഇട്ടാൽ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ഫ്ലേവർ ഉണ്ടാവും ഉലുവയുടെ. 3/4 ടേബിൾ സ്പൂൺ കുരുമുളകും വേണം. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഹോൾ സ്പൈസസ്. ഇതൊരു ഡ്രൈ പാനിലേക്ക് ഇടാം. ഇതിൻ്റെ കൂടെ കുറച്ച് കടലപ്പരിപ്പും കൂടി ചേർക്കണം കേട്ടോ. 3/4 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കുമ്പോൾ ഒരു കൊഴുപ്പൊക്കെ കിട്ടും ഈ കടല ചേർക്കുമ്പോൾ. കടലപ്പരിപ്പാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് ഒരു 4-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ, ഒരുപാട് ഹൈ ഫ്ലെയിം പാടില്ല, മീഡിയം ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലൊരു മണം വന്നുകൊണ്ടിരിക്കും. ഒരുപാട് ഡാർക്ക് ആവുന്നതിന് മുമ്പ് നിർത്താം. എന്നിട്ട് കൂളായതിന് ശേഷം നമുക്കിത് മിക്സി ഗ്രൈൻഡറിലേക്ക് മാറ്റാം. ഇനി കുറച്ച് പൊടി സ്പൈസസും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ചേർക്കാൻ. അതിനു വേണ്ടി 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 4/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നു. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 4/4 എന്ന് പറഞ്ഞാൽ 4 ടേബിൾ സ്പൂണും 1 ടീസ്പൂണും കൂടി ചേർത്താൽ മതി. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് കുറവ് മതി കേട്ടോ. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി വേണം. പിന്നെ വൈറ്റ് പെപ്പർ പൗഡർ, കറുത്ത കുരുമുളക് പൊടിയല്ല, 3/4 ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ. ഈ പൊടികളൊക്കെ കൂടി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത ഹോൾ സ്പൈസസിൻ്റെ കൂടെ ചേർക്കാം. എന്നിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് പൊടിയാക്കിയെടുക്കാം. പിന്നെ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഹിമാലയൻ സോൾട്ട് ക്രിസ്റ്റൽസ് ആണ് ഞാൻ ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്ത് ഒരു നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നല്ല ടൈറ്റ്
ജാറിലാക്കി വെക്കാം. ഒരു 1.5 കപ്പോളം പൊടി വരും ഇത്. അപ്പം നല്ല ടേസ്റ്റുള്ള ഫിഷ് കറി നമുക്ക് തയ്യാറാക്കാം ഈ ഫിഷ് കറി പൗഡർ വെച്ചിട്ട്. ആ വീഡിയോയും കൂടി ചെക്ക് ചെയ്തോളൂ. ഇവിടെ സിംഗപ്പൂരും മലേഷ്യയും വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഫിഷ് കറിയാണ്. റോട്ടി പൊറോട്ട അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റൈൽ പൊറോട്ടയുടെ കൂടെ സെർവ് ചെയ്യണതാണ് ഒരുപാട് കോമൺ ആയിട്ട്. അതുപോലെ വെള്ളച്ചോറ് നല്ല പൊന്നി റൈസിനായിട്ടൊക്കെ നന്നായിട്ട് ചേരും. അപ്പോൾ ഈ സ്പൈസ് മിക്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ, കറി ഉണ്ടാക്കി നോക്കിയാലും കമൻറ്റ് ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തൊക്കെ റെസിപ്പീസാണ് ഇനി കാണാൻ ഇഷ്ടമുള്ളത് അതും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.